ചെമ്മീനും ഞണ്ടും കണവയും കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിടില്ല കേട്ടോ. ഈ അടുത്ത സമയത്ത് എനിക്ക് ഞണ്ട് കഴിക്കണമെന്ന് വലിയൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ സെമീറിക്ക വാങ്ങിച്ചുകൊണ്ട് വന്നു. അത്ര വലിയ ഞണ്ടൊന്നും അല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു 1/2 കിലോ മതിയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇതെനിക്ക് തോന്നുന്നു കടൽ ഞണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതല്ല എനിക്ക് കൂടുതലിഷ്ടം, കായൽ ഞണ്ടില്ലേ. ഇത് കടൽ ഞണ്ടാണോ കായൽ ഞണ്ടാണോ എന്ന് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വൈറ്റ് കളറിൽ ഇങ്ങനെ കാണുന്ന ഈ ഒരു ഷേപ്പിൽ കാണുന്നത്, അതായത് ഈ ഒരു കളറിൽ കാണുന്നത് കടൽ ഞണ്ടാണെന്നാണ് തോന്നുന്നത്. അതേപോലെ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് കായൽ ഞണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഞണ്ടിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ ഈ ഒരു സൈഡ് പിടിച്ച് തുറന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലത്തെ ആ പാളി ഇനി ഇളകി വരും. എന്നിട്ട് ഇതിൻ്റെ കാലുകൾ ഇങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇളകി ഇങ്ങ് വരും, പൊട്ടി ഇങ്ങ് വരും. അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത്, അതായത് ഇളക്കി മാറ്റി ഒന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ വലിയ 2 കാലാണ് സാധാരണ എല്ലാവരും എടുക്കുന്നത്. പക്ഷെ ഞാനാണെങ്കിൽ കുഞ്ഞിക്കാലുകളും എല്ലാം ഇടും, തീരെ കുഞ്ഞിക്കാലുകൾ ഇടത്തില്ല. അറ്റത്തുള്ള ആ ഒരു പരന്ന ടൈപ്പിലൊരു കാലില്ലേ, അത് ഞാൻ ചിലപ്പോൾ എടുക്കും. ഇച്ചിരി വലിയ ഞണ്ടിൻ്റെയൊക്കെ ആണെങ്കിൽ എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ അത് ഞാനങ്ങ് കളയും. അപ്പോൾ നമ്മുടെ ഞണ്ടിൻ്റെ കാലെല്ലാം ഒടിച്ച് എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇതിനകത്ത് ഒരു നമ്മൾ ഈ മീനിൻ്റെ പൂവെന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഒരു ഐറ്റം ഉണ്ട്. ഇതും അതിൻ്റെ സൈഡിലത്തെ അതേപോലെ കാണുന്ന പല ഇങ്ങനെ ചെറിയൊരു റഫായിട്ട് തോന്നുന്ന ഭാഗത്തുള്ള അതെല്ലാം ഇങ്ങനെ പിച്ചിപ്പറിച്ച് ഞാനങ്ങ് കളയുവാണ്. എന്നിട്ട് അകത്തെ അഴുക്കെല്ലാം ഒന്ന് എടുത്ത് കളയുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ ഇട്ട് വേണമെങ്കിലും കറി വെക്കാം. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നഖവ ഇട്ടൊന്ന് കൊട്ടി കൊടുക്കുമ്പോഴത്തേനും ഇത് പൊങ്ങി വരും, ഒരു നാക്ക് പോലത്തെ ഒരു സാധനം. ഇതും കൂടി ഇങ്ങനെ ഒന്ന് പിച്ചിക്കളയും, പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനിടയിൽ ചെറുതായിട്ട് അഴുക്ക് കാണും, അതൊക്കെ കൈ കൊണ്ട് ഒന്ന് തൂക്കുമ്പോഴത്തേനും അതങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ശരീരഭാഗം എടുക്കുന്നത്. പിന്നെ ബാക്കി കാലും നമ്മൾ കുക്ക് ചെയ്യാൻ എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്, എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കും. അങ്ങനെ ഓരോ ഞണ്ടിനെയും എടുത്ത് ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട്, ഇത് കഴുകിയിട്ടില്ല, ആദ്യം ജസ്റ്റ് ഇങ്ങനെ ഈ കാലും കൈയും ഒക്കെ കളഞ്ഞിട്ട് ഒന്ന് മാറ്റി വെക്കുന്നതേ ഉള്ളൂ. ഇനി ക്ലീൻ ചെയ്യാൻ പോകുന്നത്, ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ അഴുക്കൊന്നുമില്ല. നമ്മളിങ്ങനെ ഇത് ഇളക്കി മാറ്റുമ്പോൾ തന്നെ, അതിൻ്റെ തോട് ഇളക്കി മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അഴുക്കെല്ലാം കൈ കൊണ്ട് തൂക്കുമ്പോൾ തന്നെ അങ്ങ് പോയി കിട്ടും. അപ്പോൾ അടുത്ത ഞണ്ടും ഞാൻ എടുത്തു. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഒടിഞ്ഞു വരും. വൃത്തിയാക്കാൻ വളരെ എളുപ്പമാണ്, വേറുള്ള മീൻ പോലെ ഒന്നുമല്ല, വൃത്തിയാക്കാൻ നല്ല എളുപ്പമാണ്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ കാര്യം. ഈ കുഞ്ഞിക്കാലുകൾ, ഈ 2 കാലും ഞാൻ എടുക്കുന്നില്ല. ഇത് ചെറിയ ഞണ്ടായതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കുഞ്ഞിക്കാലുകൾ എടുക്കുന്നില്ല. ആ കനം കുറഞ്ഞ നീളമുള്ള കാലുകൾ ചുമ്മാ നമ്മൾ അരപ്പിൽ അല്ലാതെ മസാലയിൽ ഇടുമ്പോഴത്തേനും അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു ഇതൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല ടേസ്റ്റ് കിട്ടും നമ്മുടെ ആ ഒരു മസാലയ്ക്ക്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിക്കാല്, അതായത് ഇച്ചിരി നീണ്ട കുഞ്ഞിക്കാല്, ആ പരന്ന ടൈപ്പിലുള്ള കാലെടുക്കാതെ മറ്റേ കാലുകളെല്ലാം ഞാൻ എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഞണ്ടിനെയും ഞാൻ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. എല്ലാ ഞണ്ടിനും ഇങ്ങനെ ആയിരിക്കും. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചിലപ്പോൾ എനിക്ക് ഇതറിയത്തില്ല, കടൽ ഞണ്ടാണെന്നാണ് എൻ്റെ ഒരു അറിവ്. കായൽ ഞണ്ട് വേറൊരു രീതിയിൽ, ചിലപ്പോൾ ജീവനുള്ള ഞണ്ടിനെയൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പേടിയാണ് കേട്ടോ. ജീവനുള്ള ഞണ്ടിനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്കത് ക്ലീൻ ചെയ്യാൻ അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ കൊണ്ടുവരുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ കറുത്ത കളറിലുള്ള, അതായത് ബ്ലാക്ക്, നല്ല ഡാർക്കായിട്ടുള്ള ഞണ്ടാണെന്നെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് കടൽ ഞണ്ട് അത്ര അങ്ങോട്ട് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം കമ്പയർ ചെയ്യുമ്പോഴത്തേനും. അപ്പോൾ നമ്മുടെ ഓരോ ഞണ്ടിനെയും ക്ലീൻ ചെയ്തെടുത്ത് ഈ ഒരു ഭാഗത്ത് നല്ല മാംസമുണ്ട്, ഈ ഒരു ഭാഗത്തായിട്ടാണ് മാംസം കൂടുതലായിട്ട് കാണുന്നത്. എല്ലാ ഞണ്ടും ഞാൻ ഓരോന്നായിട്ട് എടുത്ത് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. 3-4 വെള്ളം ഒഴിച്ച് 3-4 പ്രാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു കാര്യമുണ്ട്, ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ക്ഷമിച്ച് വേണം ഇരുന്ന് കഴിക്കാനായിട്ട്. അല്ലാതെ പെട്ടെന്ന് കഴിച്ചിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഞണ്ട് കറി കൂട്ടാതിരിക്കുന്നതാണ് നല്ലത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ തേങ്ങ അരച്ചും ചിലർ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതേപോലെ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അതിപ്പോൾ ചെമ്മീനായാലും ശരി, കണവയായാലും ശരി, നമ്മുടെ ഈ ഞണ്ടായാലും ശരി, എല്ലാം നമുക്കിങ്ങനെ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം. അത് മാത്രം കൂട്ടി ഞാൻ കഴിക്കും, വേറെ ഒരു കറിയും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഇതിന് മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് സവോളയും ഒക്കെ ഒന്ന് എടുത്ത് വെക്കാം. അത് നമ്മൾ കഴുകി വെച്ചത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കും. കഴുകി വെച്ച ഞണ്ടിനെ, ക്ലീൻ ചെയ്ത ഞണ്ടിനെ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക്
ഇതിന് വേണ്ട മസാലകൾ എടുക്കാം. ഞാൻ 2 സവോളയാണ് എടുത്തിട്ടുള്ളത്. ആകെ 1/2 കിലോ ഞണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ 2 സവോളയാണ് എടുക്കുന്നത്. ഞണ്ടിൻ്റെ അളവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. അത് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. എനിക്കാണെങ്കിൽ ഈ ഫിംഗർ ക്യാപ്പ് ഇല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് അരിയണമെന്നുണ്ടെങ്കിൽ ഫിംഗർ ക്യാപ്പ് വേണം. നല്ല നൈസായിട്ട് അരിയാൻ കഴിയും, പക്ഷേ ഫിംഗർ ക്യാപ്പ് വേണം. പേടിയാണ്, കൈ മുറിയോ എന്നുള്ള പേടിയാണ്. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് നല്ല രീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കാം. സവോളയ്ക്ക് പകരം ഫുള്ള് ചുവന്നുള്ളി, ചെറിയ ഉള്ളി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് ചുവന്നുള്ളി ഉലിക്കാനുള്ള മടി കൊണ്ട് ഞാൻ സവോള എടുത്തതേ ഉള്ളൂ. ചുവന്നുള്ളിയിൽ മാത്രം ഈ ഒരു റോസ്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ 2ാമത്തെ സവോളയും ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ചെമ്മീനായാലും കണവായാലും ഈ ഞണ്ടായാലും ഒക്കെ ഇച്ചിരി നല്ല എരിവുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ ടേസ്റ്റ് ഉള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ മധുരിക്കും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനും കണവയും ഞണ്ടും ഒക്കെ ആകുമ്പോൾ ഇച്ചിരി എരിവ് കൂട്ടിയിടുന്നത് നല്ലതായിരിക്കും. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അത് ഇഷ്ടമുള്ളവർക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാമല്ലോ. എനിക്ക് ഇച്ചിരി കൂടുതൽ കുരുമുളകൊക്കെ ഇട്ട് കൂടുതൽ എരിവുള്ളതാണ് ഇഷ്ടം. അങ്ങനെ ചുവന്നുള്ളിയും ഒരു പിടി ഇല്ല, ശരിക്കും പറഞ്ഞാൽ പേരിന് മാത്രം ഞാൻ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു തക്കാളിയുടെ ചെറിയൊരു കഷ്ണം മാത്രം, വളരെ കുറച്ച് മാത്രം ഞണ്ടേ ഉള്ളല്ലോ നമുക്ക്. അതുകൊണ്ട് തക്കാളിയുടെ ഒരു ചെറിയൊരു കഷ്ണം മാത്രം ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പച്ചമുളകുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയുണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ എനിക്കിങ്ങനെ ചതച്ചെടുക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്നുള്ളത് പറയണം കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിടുന്നതിനേക്കാളും ചതച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് വരുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. എൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ എൻ്റെ ഒരു വിശ്വാസമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ ചതച്ചിടുന്നതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടം അങ്ങനെയാണല്ലോ. അപ്പോൾ ആദ്യം ഇഞ്ചി ഇട്ട്, ചെറിയ 2 കുഞ്ഞി കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി ഇട്ടു, പിന്നെ വെളുത്തുള്ളി ഇട്ടു, ഇതെല്ലാം പിന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ചുവന്നുള്ളിയും ഇതിൻ്റെ കൂട്ടത്തിൽ ചതച്ചാൽ അതും നല്ലതാണ്. ചതച്ചെടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ ഒരു ഇടിയനുണ്ടല്ലോ ഭയങ്കര ഉപകാരമാണ് എന്നെ സംബന്ധിച്ച്. നമ്മളിപ്പോൾ എനിക്ക് അരയ്ക്കുന്ന കല്ല് വേറെ ഉണ്ടെങ്കിൽ തന്നെയും അമ്മിക്കല്ല്, അരകല്ല് വേറെ ഉണ്ടെങ്കിലും ഇതാകുമ്പോൾ നമുക്ക് കിച്ചണിൽ വെച്ച് പെട്ടെന്ന് ഇടിച്ചെടുക്കാൻ പറ്റും. ഞാൻ മിക്ക ദിവസവും ചിലപ്പോൾ തോരന് പോലും ഞാൻ ഈ ഒരു കല്ലിലിട്ടാണ് ചതച്ചെടുക്കുക. തോരൻ, അതേപോലെ മീൻപീര വെക്കത്തില്ലേ, അതിനൊക്കെ ഞാൻ ഇതിലാണ് മിക്കപ്പോഴും ചതച്ചെടുക്കാറുള്ളത്. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ പുറകിൽ കുറച്ച് കറിവേപ്പില നിൽപ്പുണ്ട്. കറിവേപ്പ് നിൽപ്പുണ്ട്. അതിൽ കുറച്ച് 2-3 കതിപ്പത് ഇങ്ങനെ മണ്ട ഒടിച്ചാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അവിടുന്ന് പൊട്ടിക്കിളിച്ച് ശിഖരങ്ങൾ ഒരുപാടുണ്ടായി വന്നിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. കറിവേപ്പില നല്ല ഫ്രഷായിട്ട് നമുക്ക് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് പറിച്ചുകൊണ്ട് വന്ന് നമുക്ക് കറിയിലിടാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചീനച്ചട്ടി ചൂടായി. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു. വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യണം കേട്ടോ. സൺഫ്ലവർ ഓയിലായാലും വേറൊരു ടേസ്റ്റ് വരും. ഇനി ഇതിലേക്ക് ചതച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സവോളയും ചുവന്നുള്ളിയും തക്കാളിയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ പെട്ടെന്ന് വാടാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ സവോളയും ചുവന്നുള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം പെട്ടെന്ന് വാടി കിട്ടും, നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇട്ട് കൊടുത്ത സവോളയുടെ അതായത് തക്കാളിയുടെയൊക്കെ മുകളിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വാടണം കേട്ടോ. ചെറു തീയിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിനിടയിൽ ഞാൻ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വാടിയിട്ട് വേണം നമ്മൾ മസാലകളൊക്കെ ഇടാനായിട്ട്. അങ്ങനെ നമ്മുടെ സവോള വാടിക്കൊണ്ടേയിരിക്കുന്നു. വാടിക്കൊണ്ടേന്ന് പറഞ്ഞാൽ കുക്കായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുക്കി പിടിക്കാതിരിക്കാൻ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. സാധാരണ നമ്മൾ റോസ്റ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്, അല്ലാതെ വേറെ വ്യത്യാസമൊന്നും ഇതിനില്ല. അപ്പോൾ ഏകദേശം ഒന്ന് വാടി വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയിൽ കിടന്നാണ് ഈ ഞണ്ട് കുക്കാവുന്നത്. ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടും ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പൊടികളും ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഞാൻ പിരിയമുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. അതാകുമ്പോൾ കളറും അതേപോലെ തന്നെ ഒരു കൊഴുപ്പും, എന്നാൽ എരിവ് അധികം ഉണ്ടോ അതുമില്ല. അതുകൊണ്ട് ഈ പിരിയമുളക് പൊടി തന്നെ ആയതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. എരിവ് ഇച്ചിരി കൂടുതൽ വേണമല്ലോ, പച്ചമുളക് ഇട്ടെങ്കിലും എരിവ് ഇച്ചിരി കൂടുതൽ വേണം. പിരിയമുളക് പൊടി ആയതുകൊണ്ടും 2 ടേബിൾ സ്പൂൺ
പിരിയൻ മുളക് കൂടി, അതായത് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി മസാലകൾ, പെരിഞ്ജീരകം മസ്റ്റാണ് കേട്ടോ എനിക്ക്. ഞാനിങ്ങനെ മസാല അതായത് ഗരം മസാലയിൽ പെരിഞ്ജീരകം ഇട്ട് പൊടിച്ച് വെക്കും. അതേപോലെ തന്നെ അല്ലാതെ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ച് വെക്കും. മീൻ വറുക്കാനൊക്കെ പെരിഞ്ജീരകം ഞാൻ ചേർക്കാറുണ്ട്. അപ്പോൾ ആദ്യം ഗരം മസാല കൂടാതെ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ രണ്ടാമത് ഞാൻ ഇട്ടത് നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുത്തു. അത് കുറച്ച് ഒരു കൈക്കണക്കെന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ കുറച്ച് ഇതും കൂടി ഇട്ട് കൊടുത്തു. അതായത് ഗരം മസാല ഇട്ട് കൊടുത്തു. അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇത് കുറച്ച് വെള്ളം ഒഴിക്കാതെ തന്നെ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ചിലപ്പോൾ നമ്മുടെ ഈ ഞണ്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഊർന്ന് വരാം, കുക്കാവുമ്പോഴത്തേനും വെള്ളം ഊർന്ന് വരും. അപ്പോൾ അത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു മസാലയൊക്കെ ഇങ്ങനെ ഒന്ന് പിടിച്ച് വരും. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്തു. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഡ്രൈ ആയിട്ടിരിക്കാൻ കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ ആ ഒരു ഞണ്ടിൻ്റെ ഇതിലെല്ലാം പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായി തിള വരാറാകുമ്പോഴത്തേനും അടച്ച് വെച്ച് കുറച്ചും കൂടി വേവിച്ച് ചെറു തീയിലിട്ടൊന്ന് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ബാക്കിയും കൂടെ വെള്ളം ഗ്ലാസ്സിലുണ്ടായിരുന്ന എടുത്ത് ഒഴിച്ചു. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും നമ്മൾ സ്ലോ കുക്കിംഗ് ചെയ്യുമ്പോഴുണ്ടല്ലോ ടേസ്റ്റ് വരും. കറികൾക്കാണേലൊക്കെ നമ്മൾ പതുക്കെ സമാധാനത്തെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കറികൾക്കൊക്കെ കിട്ടുന്നത്. അതായത് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനേക്കാളും കുറച്ച് സമയമെടുത്ത് പതുക്കെ ചെയ്ത് വരുന്ന കറികൾക്കൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാട്ടോ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി വരുന്നു. ഇതിനി നല്ല റോസ്റ്റ് പരുവത്തിൽ ചെറിയൊരു നനവോടുകൂടി മാത്രം ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇച്ചിരി തീ കൂട്ടിയോ കുറച്ചോ ഒക്കെ ഇട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുക്കാം. ഒരു റോസ്റ്റ് പരുവം, അതായത് ഒരുപാട് വെള്ളമില്ല എന്നാൽ കുറച്ച് ഇതുണ്ടെന്നുള്ള രീതിയിൽ അരപ്പൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വന്ന് ആ ഒരു രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. ഏകദേശമല്ല റെഡിയായി വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും കുരുമുളക് പൊടി ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം അതിൻ്റെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്ത് എല്ലാം ഒന്ന് കുരുമുളക് പൊടി ആണെങ്കിലും മസാല എല്ലാം എല്ലായിടും ആവുന്നത് പോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സത്യം പറയാലോ, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുകയല്ല, അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. കുറേ നാളായി ഞാൻ ഞണ്ട് കറി കഴിച്ചിട്ട്. അപ്പോൾ ഈ ഞണ്ട് കഴിക്കുന്നതിനും ഒരു രീതിയുണ്ട്. നമ്മൾ വാരി വലിച്ച് പെട്ടെന്ന് അങ്ങോട്ട് കഴിക്കാൻ പറ്റത്തില്ല. അല്ലാതെ സമയമെടുത്ത് ഒന്ന് പൊട്ടിച്ച് അതിനകത്തിരിക്കുന്ന ട്രഷർ ഹണ്ട് എന്നാണ് ഞാൻ പറയാറുള്ളത്. ട്രഷർ ഹണ്ട് ചെയ്യുന്ന പോലെ ഇതേപോലെയാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇപ്പോൾ നല്ല ചൂടുണ്ട്. നമ്മൾ ആ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റിയില്ലേ, അവിടെ നിന്ന് എടുത്തതാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് നിന്നൊക്കെ തോണ്ടിയെടുക്കണം. അധികം മാംസമൊന്നും കിട്ടാറില്ല. പക്ഷേ കിട്ടുന്ന മാംസം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി കാല് ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ ഒന്ന് ഒടിച്ചെടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കടിച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങ് പൊട്ടും. ഇതിപ്പോൾ കുഞ്ഞു ഞണ്ടായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടി വന്നു. എന്നാൽ ഇച്ചിരി വലിയ മുഴുത്ത ഞണ്ടാണ്, ഇച്ചിരി മൂത്ത ഞണ്ടാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കല്ല് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചോ ഒന്ന് പൊട്ടിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ട്രഷർ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞണ്ട് കഴിക്കാറ്. ഇപ്പോൾ കട്ടിയുള്ള തോടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വല്ല കുഞ്ഞിക്കല്ലില്ലേ, നമ്മുടെ ഇടിയൻ്റെ കല്ലൊക്കെ ഇല്ലേ, അതോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ചുറ്റി അതുപോലൊക്കെ ഉള്ളതൊക്കെ വെച്ച് പൊട്ടിച്ച് തിന്നൊരു കാലം എനിക്കുണ്ട്. ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നല്ല മാംസം നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്നതും കഴിക്കുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ഞണ്ടൊക്കെ വാങ്ങിച്ച് കറി വെച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഇതേ രീതിയിലൊന്ന് കറി വെച്ചിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നമുക്കിനി അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.